ഗായ്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ. അയ്യോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഞാൻ ഉപയോഗിച്ച് ഇതിനകത്ത് ഫുൾ എണ്ണയൊക്കെ ഇട്ടിരിക്കും കേട്ടോ. അതാട്ടോ ഞാൻ വായിക്കാം കേട്ടോ. കോട്ടയ്ക്കൽ ആയുർവേദത്തിൻ്റെ നാൽപ്പാമരാതി തൈലം. അപ്പം തൈലം ഈ പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ റിവ്യൂ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ നഷ്ടമാകും. കാരണം ഞാൻ എന്തായാലും വാങ്ങി യൂസ് ആക്കി, അപ്പോൾ എനിക്കുണ്ടായ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നും പറയേണ്ട, അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതൊരു ആയുർവേദ പ്രൊഡക്റ്റുമാണ്. നമ്മുടെ പല രീതിയിലും നമുക്ക് യൂസ്ഫുൾ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ കാര്യത്തിലായിട്ട് നമ്മളിത് ഭയങ്കരമായിട്ട് എടുത്തു വരേണ്ട, സ്കിന്ന് നല്ല ഗ്ലോ ആവും, അതുപോലെ നല്ല ബ്രൈറ്റ് ആവും. പിന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന റാഷസ്, ഇച്ചിങ്, ഇതൊക്കെ ഇത് കംപ്ലീറ്റ്ലി മാറ്റും കേട്ടോ. അപ്പം ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നു ഇത് ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 40 തൈലം എന്നാന്ന് പോലും അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് ആ വീഡിയോ ഓപ്പൺ ആക്കി നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചതിന് ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് കറക്റ്റ് 165 ആട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പോൾ അഫോർഡബിൾ റേറ്റ് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചൊന്ന് വാങ്ങി ട്രൈ ചെയ്തേക്കാന്ന്. എന്നിട്ട് വാങ്ങി ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളോട് റിവ്യൂ പറയുന്നതായിരിക്കുമല്ലോ നല്ലത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഞാൻ 1 മാസം ഇത് വാങ്ങിയിട്ട് എന്നിട്ട് ഇത്ര യൂസ് ആയിക്കോളൂ എന്ന് ചോദിക്കാൻ കാര്യം വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ആക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ യൂസ് ചെയ്ത് അത്രയും ദിവസവും എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിന്ന് ബ്രൈറ്റ് ആവും, അതുപോലെ നല്ലൊരു ഗ്ലോ വരും. ഇപ്പം നമ്മൾ കുളിച്ചൊക്കെ വരുമ്പോഴത്തേക്കും, ഇത് ഉപയോഗിച്ച ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഇത് ആയുർവേദ പ്രോഡക്റ്റ് ആയതുകൊണ്ട് വലിയ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതേ ഇല്ല. കാരണം ചില കമൻറ്റുകളും അതുപോലെ കുറച്ച് കാര്യങ്ങളായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നോട്, അത് ഓയിലി സ്കിന്നല്ല, എനിക്ക് അതുകൊണ്ട് ഇത് യൂസ് ആക്കിയിട്ട് വലിയ റിസൾട്ട് ഇല്ല എന്ന് എന്നോട് പേഴ്സണലി പറഞ്ഞ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഓയിലി സ്കിന്നുകാർക്ക് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ഒരു സൊല്യൂഷൻ ഉണ്ട് അതിന്. ഇത് 30 മിനിറ്റ് മുമ്പ്, നമ്മൾ കുളിക്കുന്നതിന് 30 മിനിറ്റ് മുമ്പ് നമ്മളിത് അപ്ലൈ ചെയ്തിട്ടാണ് കുളിക്കാൻ പോകേണ്ടത്. എന്നിട്ട് നമ്മൾ നോർമൽ സോപ്പ് ഏതാണോ ഉപയോഗിക്കുന്നത് ആ സോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഫേസിലാണെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതാക്കി കളയാം. പക്ഷേ ഈ ഒരു 30 മിനിറ്റ് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് അത്ര നേരം വെക്കുമ്പം എന്തായാലും ഉറപ്പായിട്ടും കുരു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിമ്പിൾസ് അങ്ങനെ വരുന്നതുകൊണ്ടാണ്, അത് പെർമനൻ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞു, അത് പോകുന്നതേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം നിങ്ങൾ വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആയിരിക്കും. പിന്നെ ഞാൻ പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ അവർക്ക് ഈ പിമ്പിൾസ് വന്നാൽ പോവാത്തൊരു ടൈപ്പ് പിമ്പിൾസ് ആണ് വരുന്നത്. കാരണം ഇത് കുറേ നേരം ഓയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് എന്തായാലും അടിപൊളിയായിരിക്കും. അതുപോലെ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്, സ്കിന്ന് ബ്രൈറ്റ് ആവും, നല്ല സ്മൂത്ത് ആവും. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ട്, ഇത് യൂസ് ചെയ്ത് ഉടനെ നമുക്ക് ആ റിസൾട്ട് കാണാൻ പറ്റും. അത് ബ്രൈറ്റ് ആയതും ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ നമുക്ക് കയ്യിലൊക്കെ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാകും കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ്, അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും, അതായത് നമുക്ക് ഫുള്ള് ബോഡിയിൽ അപ്ലൈ ചെയ്യാം. ഫേസിലും നമ്മുടെ ഫുൾ ഹോൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് 30 മിനിറ്റ് വെച്ച ശേഷം കുളിക്കാം. അപ്പോൾ നമ്മുടെ ഫേസിലും അതുപോലെ സ്കിന്നും ബോഡി ഫുള്ള് നല്ല പോലെ ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്ന പോലെയും ബ്രൈറ്റ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ മെയിൻ കാര്യം, ഇത് കുഞ്ഞു കുട്ടികൾ തൊട്ട് എത്ര വലിയ ആൾക്കാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 6 മാസം കഴിഞ്ഞ ശേഷമുള്ള കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കുറേ അമ്മമാർ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ബേസിലാണ് പറയുന്നത്. പിന്നെ ഇത് ആയുർവേദ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് വലിയ രീതിയിൽ സൈഡ് എഫക്റ്റും കാര്യങ്ങളില്ല. പിന്നെ ആകെ ഇതിനൊരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കളറാട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന് ഒരു യെല്ലോ കളറാണ്. അത് നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ നമ്മൾ തേച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് പോകത്തില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതൊരു കുഴമ്പ് ടൈപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും, ഒരു കുഴമ്പിൻ്റെ ഒക്കെ. അത് ചില ആൾക്കാർക്ക് ഇഷ്ടമാവത്തേ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റില്ല. പക്ഷേ ഇത് സ്ട്രോങ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ആയുർവേദ പ്രൊഡക്റ്റിൽ. പിന്നെ വലിയ സ്മെല്ലൊന്നുമില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ഇത് എനിക്ക് തോന്നുന്നു ആ സ്മെൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർക്ക് പറ്റത്തില്ലാവില്ല. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് കുരുവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. വേറെ സൈഡ് എഫക്റ്റ് ഒന്നും എനിക്ക് വന്നിട്ടില്ല, എൻ്റെ അറിവിലില്ല. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ സ്കിന്നിൽ ഇപ്പം ഇച്ചിങ്, റാഷസ്, അതുപോലെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് കുറയ്ക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റിംഗ് വാം ഒക്കെ ഉള്ളവർക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓയിലാട്ടോ ഇത്. അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്താൽ ഫുൾ പാടെ പോകുന്നതാട്ടോ. പിന്നെ ഞാൻ എന്താ പറയാൻ വന്നത്, ഇത് 30 മിനിറ്റ് വെക്കണമെന്ന് പറഞ്ഞില്ല. അത് 30 മിനിറ്റ് വെക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിലോട്ട് ഇത് അബ്സോർവ് ആവുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി ഓയിലി സ്കിന്നുകാർ കേട്ടോ. പിന്നെ അങ്ങനെ അബ്സോർവ് ആയ ശേഷം നമ്മൾ കുളിച്ചിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാൻ പറ്റും ആ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ്സും, നമ്മുടെ ഫേസ് ഒന്ന് ഒരു ചുമന്നൊക്കെ വരും, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഭംഗിയായിട്ടിരിക്കും. ഒരു ഗ്ലോ, ഒരു യെല്ലോ കളർ ഇതിൻ്റെ അകത്ത് ഉള്ളത്. യെല്ലോ കളർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മഞ്ഞളൊക്കെ ഇട്ട് കുളിച്ച് കഴിയുമ്പോൾ ഇതുണ്ടാവില്ല, അതുപോലെ ഇതുള്ളതുകൊണ്ട് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അഫോർഡബിൾ റേറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ഗൈസ്.